ഹലോ, നിക്കി ബ്ലോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ത് സാധനമാണെന്നറിയാമോ? ഇതാണ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ റോസ് ഫ്ലവറാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ആദ്യ കുർബാനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കേക്കിൽ വെക്കാനുള്ള റോസ് ഫ്ലവറാണ് കേട്ടോ അത്. അപ്പോൾ റോസ് ഫ്ലവർ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ അതിൻ്റെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ട് തരാം, ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുരിശാണ് കേട്ടോ. ഒരു കുരിശ് എനിക്കതിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കുരിശ് ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ മുകളിൽ നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഇട്ടിട്ട് ഈ ഒരു കുഞ്ഞി കുരിശ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ജസ്റ്റ് ചെയ്ത് നോക്കുവാണ് അത് കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് വേണം എനിക്ക് അതിലിനി ഗോൾഡൻ ഡസ്റ്റ് ഇടാനായിട്ട്. അപ്പോൾ അത് ഓക്കെ ആണ്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇനി അതിൽ ഗോൾഡൻ ഡസ്റ്റ് ഇടണം. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഗ്ലൂ ആണ് കേട്ടോ ഒട്ടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം അതിന് മുന്നേ അതൊന്ന് ഗോൾഡൻ ഡസ്റ്റ് ഇടണം. അപ്പം ഞാൻ ഈ ഗോൾഡൻ ഡസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അതിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ള് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ആ ഗോൾഡൻ ഡസ്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടും. അങ്ങനെ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ അത് ചെയ്ത് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഞാനത് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഇതാണ് നമുക്ക് അങ്ങനെയായിരുന്നു നമുക്ക് ആ കുരിശ് വേണ്ടത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാനിവിടെ ഒരു പേര് കട്ട് ചെയ്തിട്ടുണ്ട്, മോൻ്റെ പേരാണ്. ആ പേര് നമുക്കിനി ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഫുള്ള് ഗോൾഡൻ ഡസ്റ്റാണ്. അപ്പോൾ ഈ ഗോൾഡൻ ഡസ്റ്റ് ആ ഷീറ്റിൽ മൊത്തമായി കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഒരു ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ടിഷ്യൂവിൽ വെച്ചിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഇടാമെന്ന്. അപ്പോൾ ടിഷ്യൂവിലല്ലേ ആകുള്ളൂ, ഇതിൽ ആകുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടിഷ്യൂവിലേക്ക് എല്ലാം എടുത്ത് വെച്ചു. അതിലേക്ക് ഇനി നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്യാം ബ്രഷ് വെച്ചിട്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് അത് ഫുൾ കവർ ചെയ്തെടുക്കണം. ഗോൾഡൻ കളറിലെ സ്പെല്ലിങ് അതാണ് നമുക്ക് വേണ്ടത്. ഗോൾഡൻ ലെറ്റേഴ്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അങ്ങനെ ബ്രഷ് ചെയ്ത് നമ്മളത് ഗോൾഡൻ ലെറ്റേഴ്സ് ആക്കി എടുക്കും. എന്നിട്ട് വേണം നമുക്കത് കേക്കിലേക്ക് വെക്കാനായിട്ട്. കേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേക്കിൻ്റെ വീഡിയോ ഇടാത്തത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിപ്പം ഞാൻ ഡിസൈനിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ഇടുന്നത്. ഇതുപോലെ ഫോണ്ടൻറ്റിൻ്റെ കൈ വെച്ച് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ടെഡി ബെയർ, ഫ്ലവേഴ്സ്, അങ്ങനെയൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ വീഡിയോ ചെയ്തിടാം. അപ്പോൾ നമ്മൾ അത് ഫുള്ള് ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്തു. ഇത് ഞാൻ തലേദിവസം ചെയ്തു വെച്ചിരുന്ന റോസ് ഫ്ലവേഴ്സാണ്. ഇനി അതിൽ നമുക്ക് ചെയ്യാനുള്ളത്, അതിൽ ഞാൻ സിൽവറിൻ്റെ ഗ്ലിറ്റേഴ്സ് ഇടണം. എനിക്കതിൽ സിൽവർ ഗ്ലിറ്റേഴ്സ് അതിലിടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് റോസസാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് മതി എന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് തന്നത്. അപ്പം അതൊന്ന് ചെറിയൊരു എന്താ പറയണ ഒരു ഹൈലൈറ്റിന് വേണ്ടി ഞാൻ കുറച്ച് സിൽവർ ഗ്ലിറ്റേഴ്സ് അതിലിട്ടു. ആ ഫ്ലവേഴ്സൊക്കെ പ്ലെയിൻ ആണല്ലോ, അപ്പോൾ അതിൻ്റെ നടുക്ക് ഓരോ ഡോട്ട് സിൽവർ ഗ്ലിറ്റേഴ്സ് ഇട്ടു. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ആ കേക്കിനൊരു ഭംഗി, കുറച്ചുകൂടെ ഒരു എന്താ പറയണ, നല്ല ഒരു
ഗ്ലേസിങ് പോലെ ഒരു തിളക്കമൊക്കെ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് ഇനി വേണ്ടത്, ഞാൻ അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയല്ലായിരുന്നു, അപ്പോൾ എനിക്കത് പോരാന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഫ്ലവേഴ്സ് ഇട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ അല്ല, വേറെ എന്തെങ്കിലും കുഞ്ഞ് ഫ്ലവേഴ്സ് 2-3 കൂടെ ചെയ്യാം, കുറച്ചുകൂടെ ഒരു ഭംഗി വരുമല്ലോ എന്ന് ഓർത്ത്. അപ്പം അങ്ങനെ ആ ഫ്ലവേഴ്സും കൂടെ ഞാൻ ചെയ്യുവാണ്. അത് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് 2 ടൈപ്പ് ഫ്ലവേഴ്സാണ് കട്ട് ചെയ്തത്, വലിയ ഫ്ലവറും ചെറിയ ഫ്ലവറും. എന്നിട്ട് ആ ചെറിയ ഫ്ലവർ വലിയ ഫ്ലവറിൻ്റെ നടുക്ക് വെക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തിക്കായിട്ട് ഫീൽ ചെയ്യുമല്ലോ, കുറേ ഇതളുള്ള ഫ്ലവേഴ്സിനൊക്കെ ഇല്ലേ, അതുപോലെ ആവുമല്ലോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ആദ്യം ചെയ്തത് കുറച്ച് കട്ടി കൂടിപ്പോയത് കൊണ്ട് എനിക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പരത്തി, എന്നിട്ട് ഞാൻ ഫ്ലവേഴ്സ് ചെയ്തു. അങ്ങനെ ആകെ 4 ഫ്ലവർ ഉണ്ടാക്കിയുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഒത്തിരി ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ തന്നെ എഡിബിൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ആ കുഞ്ഞ് ഫ്ലവർ എടുത്ത് നടുക്ക് വെക്കും. എന്നിട്ട് അതിനും കുറച്ച് നമ്മുടെ ഗ്ലിറ്റേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. എന്നിട്ട് അത് നമുക്ക് ഒരു അടച്ച് വെക്കുന്ന ഒരു ടൈറ്റായിട്ടുള്ള ബോക്സിലേക്ക് എടുത്ത് വെക്കാം. അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അന്നേരത്തേക്ക് കേക്ക് ബാക്കിയുള്ളത് എല്ലാം ചെയ്യണം എനിക്ക്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അത് സെറ്റായിട്ട് വേണം നമുക്കെടുത്ത് കേക്കിലേക്ക് വെക്കാനായിട്ട്. പിന്നെ ഈ ഫോണ്ടൻ്റ് തലേദിവസം ചെയ്ത് വെച്ചാലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോണ്ടൻ്റ് ചെയ്ത് അപ്പം തന്നെ എടുത്ത് വെക്കുവാണെങ്കിൽ അതിനൊരു സ്റ്റിഫ് ഉണ്ടാവില്ല, അതിങ്ങനെ ഒരു ഇളകുന്ന പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ നാളത്തേക്ക് വെക്കാനുള്ള കേക്കാണെങ്കിൽ ഇന്ന് ഫോണ്ടൻറ്റിൻ്റെ ഡിസൈൻസ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നാളത്തേക്ക് അത് നല്ല സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ നമ്മളെടുത്ത് വെക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഫോൺ ഓഫായി പോയി ഗൈസ്, അപ്പം അതുകൊണ്ടാണ് അത് അവിടെ വെച്ച് കട്ടായി പോയത്. ഇപ്പം ഞാൻ ചാർജ് കുത്തി. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, പെർഫെക്റ്റായിട്ടിരിക്കുമെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കേക്കിൻ്റെ സൈഡിലൊരു ഡിസൈൻ ഉണ്ട്, അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിൽ കാണുന്ന പോലെ ലൈൻസ് ഇട്ടിട്ട് അതിൻ്റെ ഓരോ ജോയിൻറ്റിലും ആ ഒരു ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കണതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേക്കിൽ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നേരെ പാക്ക് ചെയ്യുക, കൊണ്ടുപോവുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മളെങ്ങനെയാണോ സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇരിക്കും. അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ അതൊരു മെൽറ്റായ പോലെ ഇരിക്കും. അപ്പോൾ സിമ്പിളായിരുന്നെങ്കിലും നല്ല ഭംഗിയായിരുന്നു കേക്ക് കാണാൻ. ഫുൾ വൈറ്റ് ആയിരുന്നെങ്കിൽ അതിലിടയ്ക്ക് ഒരു ഗോൾഡൻ മാത്രം ഉള്ളെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേക്ക് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഈ ഓടി നടക്കുന്നത് ഒരു പ്രാണി കുറച്ച് നേരമായി അവിടെ കിടന്ന് കറങ്ങണു. അങ്ങനെ വരാത്തതാണ്, അവിടെ പ്രാണികളൊന്നും ഉണ്ടാവാത്തതാണ്, പക്ഷേ ഇത് എവിടെ നിന്ന് വന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കേക്കിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഓടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കേക്ക് എന്തായാലും സെറ്റായി. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്തു, ഞങ്ങൾ പോകാൻ ഇറങ്ങി. അപ്പം മോനാണ് കൂടെ ഉള്ളത്, അവൻ കേക്ക് പിടിക്കും, ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പോകാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ റോഡിലേക്ക്, നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വളവാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് വണ്ടി ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് താമസിച്ച് ഇറങ്ങുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്ത് കാക്കനാടാണ് കേട്ടോ. അപ്പോൾ കാക്കനാട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇവിടെ താമസിക്കാൻ വന്നപ്പോഴാണ്. ഞാനൊരു കൊച്ചിക്കാരിയാണ്, എൻ്റെ വീട് തോപ്പുംപടിയാണ്. പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരു നാട്ടിൻപുറം പോലത്തെ ഒരു സ്ഥലം കാക്കനാട് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്. എറണാകുളത്ത് ഇങ്ങനത്തെ നാട്ടിൻപുറം പോലത്തെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത് കാക്കനാട് താമസിക്കാൻ വന്നപ്പോഴാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാം. നമ്മൾ ശരിക്കും ഒരു കുട്ടനാട്ടിലൊക്കെ പോയൊരു ഫീല് കിട്ടും. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ആലപ്പുഴയാണ്.
അപ്പം ആലപ്പുഴ കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ അവിടെ ഇല്ല. പക്ഷേ എന്നാലും നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട് മങ്കമ്പ് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു കുളിർമയൊക്കെ തോന്നും. അപ്പോൾ അതുപോലത്തെ സ്ഥലം ഞാൻ പിന്നെ കാണുന്നത് ഇപ്പോൾ ഇവിടെ, അതായത് എറണാകുളത്ത് എനിക്കറിയില്ലായിരുന്നു ഇത്രയും സൈലൻ്റായിട്ട് ഇതുപോലെ കാണാൻ കണ്ണിനൊക്കെ നല്ല കുളിർമയേകുന്ന ഇതുപോലത്തെ നല്ല സ്ഥലങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഇവിടെ താമസിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഭയങ്കര രസമാണ് ഇത് സ്ഥലം, പ്രത്യേകിച്ച് രാവിലെ സമയത്ത് കാണാനായിട്ട്. ഒരുപാട് ആളുകൾ രാവിലെ ഫോട്ടോഷൂട്ടിനൊക്കെ ഇവിടെ വരാറുണ്ട്, കല്യാണത്തിൻ്റെ ആൾക്കാരും എല്ലാവരും. അത്ര ഭംഗിയായിട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ആ വഴി. ഇവിടെ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും ഒക്കെ വരാറുണ്ട്. ഞാനും ഞാനിപ്പോൾ ഭയങ്കര ഓവർ വെയ്റ്റാണ് ഗൈസ്. അപ്പം വേറൊന്നുമല്ല, എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കുറച്ച് നാൾ മുന്നേ മഞ്ഞപ്പിത്തം വന്നപ്പോൾ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. പക്ഷേ എനിക്ക് ഓൾറെഡി ഫൈബ്രോയിഡും കാര്യങ്ങളും, തൈറോയ്ഡ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഫാറ്റി ലിവറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓവർ വെയ്റ്റാണ്. എങ്ങനെയൊക്കെ വെയിറ്റ് കുറക്കണമെന്ന് വിചാരിച്ചാലും അതിനുള്ള ടൈം കിട്ടുന്നില്ല. പക്ഷേ എന്തായാലും അത് ഉടനെ തന്നെ എനിക്കൊരു വെയിറ്റ് ലോസിൻ്റെ പ്രോഗ്രാം തുടങ്ങണം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ബോഡിക്ക് ഉണ്ടാവുന്നത്. അപ്പം ഞാനും വൈകുന്നേരങ്ങളിൽ അവിടെ പോയി ഇരിക്കാറുണ്ട്. വേറൊന്നുമല്ല, നല്ല മനസ്സിന് നമുക്കൊരു എന്താ പറയുക, നല്ലൊരു റിലാക്സൊക്കെ കിട്ടും. അവിടെ ഒരു വാക്ക് വേ ഉണ്ട്, അപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ ഈവനിങ്ങിലൊക്കെ ഇരിക്കും കുറച്ച് നേരമൊക്കെ. മോൻ കളിക്കാനൊക്കെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ പോയി അവിടെ ഇരിക്കാറുണ്ട്. നല്ല രസമാണ്. ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ എന്തായാലും ടൗണിലേക്ക് കയറി. ടൗൺ എന്ന് പറഞ്ഞാൽ കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിലേക്ക് നമ്മൾ കയറുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റാണ്. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾ മുന്നേ ഞങ്ങൾ ആ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ആ ഫ്ലാറ്റിലാണ് എൻ്റെ ഫ്രണ്ട് ഉള്ളത്. എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ആദ്യ കുർബാനയാണ്. അപ്പം വേറെ ഫങ്ഷനായിട്ടൊന്നും അവർ നടത്തുന്നില്ല, അവരവരുടെ കസിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ഫങ്ഷനാണ്. അപ്പോൾ കേക്ക് എന്നോട് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കയറുന്നില്ല അകത്തേക്ക്. മോനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊണ്ട് കൊടുക്കാൻ. പിന്നെ അതുമാത്രമല്ല, തിരിച്ച് വന്നിട്ട് എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ഇനി ഇതെല്ലാം ക്ലീനിങ് ഉണ്ട്, പിന്നെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും അവനോട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് കൊണ്ട് കൊടുക്കണം, ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റിൻ്റെ എൻട്രൻസാണിത്. അപ്പോൾ ഫ്ലാറ്റിലേക്ക് എത്തി. അപ്പം നമ്മൾ അകത്തേക്ക് കയറട്ടെ കേട്ടോ. അവിടെ അപ്പം കുറച്ച് നേരം പുറത്ത് അവിടെ സെക്യൂരിറ്റി റൂമിൻ്റെ അവിടെ നിന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങൾ മാറുന്ന ടൈമിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. ചേട്ടൻ വയ്യാണ്ട് ലീവായിരുന്നു. അപ്പം നമ്മളായിട്ട് നല്ല കൂട്ടായതുകൊണ്ട് തന്നെ ചേട്ടൻ കണ്ടപ്പോൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് നിന്നു, വിശേഷമൊക്കെ തിരക്കി അങ്ങനെ നിന്നിട്ടോ. അങ്ങനെ അവൻ 7th ഫ്ലോറിലാണ്. അപ്പോൾ അവൻ കേക്കുമായിട്ട് പോയി. പിന്നെ നമ്മൾ ആ കാറിൻ്റെ ഗ്ലാസ്സിൽ കുറേ അഴുക്ക് പറ്റിയിരിക്കുന്നത് തിരിച്ചിങ്ങോട്ട് ഞങ്ങൾ കേക്കുമായിട്ട് വന്നപ്പോൾ ഇൻഫോ പാർക്ക് റോഡിൽ വെച്ച് ഒരാൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഭയങ്കര പ്രഷറിൽ വെള്ളം തെറിച്ചു. പുള്ളിയുടെ വണ്ടി സ്പീഡിൽ പോയിട്ട് ഞാനും മോനും ശരിക്കും പേടിച്ചു പോയി. കാരണം സൈഡിലെ ഗ്ലാസ്സിലും ഫ്രണ്ടിലെ ഗ്ലാസ്സിലും ഒക്കെ ഫുള്ള് ചെളിവെള്ളം തെറിച്ചു. എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ശരിക്കും പേടിച്ചു, കേക്ക് കയ്യിലുള്ളത് കൊണ്ട് ബ്രേക്ക് പിടിക്കാനും പറ്റില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അത് ഫുള്ള് അഴുക്കായി. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഞാൻ വൈപ്പറൊക്കെ ഇട്ടിട്ട് ക്ലിയർ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വീടെത്താറായി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അതെന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം അത്രയും അലങ്കോലമായിട്ടാണ് വീട് കിടക്കുന്നത്. ഇന്നലെ തൊട്ട് തുടങ്ങിയ ജോലിയാണ് കേക്കുമായിട്ട്. അപ്പോൾ അതെന്തായാലും കാണിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ കണ്ടില്ലേ, ഒരു കയറ്റമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതാണിത്. അവിടെ നിന്ന് വീട്ടിലേക്ക് വളക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ വളക്കണം, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ വീടിൻ്റെ പുറത്ത് കുറച്ച് ചെടികൾ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര വെയിലും ചൂടുമായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം വാടിക്കരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ മഴ കൊള്ളട്ടെ എന്ന് വിചാരിച്ചെടുത്ത് പുറത്തേക്ക് വെച്ചാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് കയറി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പരിപാടി ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.